ഞാൻ ഇതിൻ്റെ കൂടെ ചോദിക്കാനുള്ളൊരു കാര്യം, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് എല്ലാ സമയത്തും ഷി വാസ് എ വെരി കൈൻഡ് ഓഫ് കുറച്ചൊരു ഡിഫറെൻറ്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ഇമോഷണലി അവൈലബിൾ ഒന്നും എല്ലാവർക്കും അവൈലബിൾ ഒന്നും ആവാത്ത കുറച്ചൊരു നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എപ്പോൾ സംസാരിക്കുമ്പോഴും നമ്മളടുത്ത് പറയാറുണ്ട്, ആ കുട്ടിയുടെ അച്ഛൻ ഭയങ്കര അരഗൻ്റ് ആണ്, ഒട്ടും അടുക്കാൻ പറ്റാത്ത പോലെ ഇങ്ങനെ കറക്റ്റ്, അതായത് നമ്മളിപ്പം എന്തെങ്കിലും കോളേജിൽ നിന്ന് പ്ലാൻ ചെയ്താലൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ അതിനെല്ലാത്തിനും റീസൺ പറയാൻ ഷീ യൂസ് ടു ജസ്റ്റ് ഫ്രെയിം ഇറ്റ് ലൈക്ക് ഐ ഹെയ്റ്റ് മൈ ഫാദർ എന്ന് പറയാറുണ്ട്. പക്ഷേ ഒരു 3 years ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഒരു 3 year എൻഡൊക്കെ ആയപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ തമ്മിൽ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ ഹാവ് എ സ്ട്രോങ് ഫീലിംഗ് ദറ്റ് ഐ എം ബിക്കമിങ് മൈ ഡാഡ്. ഞാൻ ഏറ്റവും, അതായത് ഷീ യൂസ് ടു ഹേറ്റ് ഹർ ഫാദർ സോ മച്ച്, പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ അതേപോലെ ആവുന്നു. അന്ന് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഐ വാസ് ഓൾസോ വെരി, നമ്മൾ ഇങ്ങനെയൊന്നും ഇത്രയും നോളജ് ഇത്ര അറിവൊന്നും ഇല്ല. പക്ഷേ ഐ വാസ് വെരി ക്യൂരിയസ്, എങ്ങനെയാണ് അങ്ങനെ ഉണ്ടാവുക? അതായത് നമുക്ക് നമ്മുടെ ഒരു പാരന്റിൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, നമ്മൾ മാറി നിന്നൊരു കാര്യം, ആവരുത് എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ആയി പോകുന്നുണ്ട് എന്ന് അതെന്നെ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതിൻ്റെ മെയിൻ റീസൺ, എൻ്റെ ഒരു ക്ലൈൻറ്റിൻ്റെ കാര്യം പറയാം. എൻ്റെ ഒരു ക്ലൈൻറ്റ്, പുള്ളിക്കാരുടെ പപ്പ ദേഷ്യം വരുമ്പോൾ കതവും വാതിലും ജനലും എല്ലാം ദേഷ്യപ്പെട്ട് അടയ്ക്കും. അപ്പം ബാങ് ചെയ്യും ഡോറ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു സെഷനിൽ പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ചാൽ, ഭൂമി, എൻ്റെ മനസ്സിൽ ഏറ്റവും ഒരു ട്രോമയായിട്ട് എനിക്ക് കിടക്കുന്നത് ഇതുപോലെ ഒരു പ്രശ്നം പുള്ളിക്കാരിക്ക് വന്നപ്പം, പുള്ളിക്കാരിയുടെ ഫാമിലിയിൽ പുള്ളിക്കാരിക്ക് വന്നപ്പം പുള്ളിക്കാരി അതുപോലെ തന്നെ ബാങ് ചെയ്ത് അടച്ചു. അത് പുള്ളിക്കാരിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നില്ല പുള്ളിക്കാരിയോട്. കാരണം ഷിബ്ല പറഞ്ഞ പോലെ ഒരിക്കലും എനിക്ക് ഇങ്ങനത്തെ ഒരു വ്യക്തി ആവരുത്, അതായത് എൻ്റെ പപ്പയെ പോലെ ഇതുപോലെ എത്ര ദേഷ്യം വന്നാലും ബാങ് ചെയ്യരുത്. അതായിരുന്നു പുള്ളിക്കാരുടെ ഏറ്റവും വലിയൊരു കാര്യം. പപ്പയെ പോലെ ആവരുത്, പപ്പയുടെ ക്യാരക്ടർ പോലെ ഒരിക്കലും വരരുത്. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഷിബ്ല, നമ്മളിപ്പോൾ ഈ ഒരു കുട്ടിയുടെ കാര്യം തന്നെ എടുക്കാം. അതിൻ്റെ പപ്പ വാതിലടയ്ക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് തോന്നുന്നത് എന്താ? വളരെ ഡിസ്കംഫോർട്ടും ദേഷ്യവും ഇറിറ്റേഷനും. അതായത് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അവിടെ നടക്കുന്നത്. നമ്മളുടെ ലൈഫിൽ പിന്നീട് നമുക്കും ഡിസ്കംഫോർട്ടും ദേഷ്യവും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും വരുന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് ഏറ്റവും വെറുപ്പുള്ള, നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും ആദ്യം നമ്മൾ ചെയ്യുക. കാരണം അത് നമ്മൾ വളരെ ഇതായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ട്. കാരണം അത്രയും ഫസ്റ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ കുട്ടിയുടെ പപ്പ ഇങ്ങനെ വാതിലടയ്ക്കുന്ന സമയത്ത് ഒരു ഷോക്കായിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ്. സോ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് റിമെമ്പർ എവറിത്തിങ്. നമുക്ക് മൈൻഡിനെ കുറിച്ച് ഷിബ്ല, ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്, നമുക്ക് മൈൻഡ് എന്താണെന്നോ എങ്ങനെയാണ് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതെന്നോ ഒരു ഐഡിയയും സത്യം പറഞ്ഞാൽ ഇല്ല. ഫ്ലോ അത്രേ. അവിടെ നിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് കേൾക്കും, ഇവിടെ നിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് കേൾക്കും, എല്ലാം കൂടെ നമ്മൾ തന്നെ ഒരു ധാരണയിലെത്തി കുറേ കണക്ട് ചെയ്യും. അതിൽ കുറേ ശരിയായിരിക്കും, കുറേ തെറ്റായിരിക്കും. നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത്, യുവർ മൈൻഡ് ക്രിയേറ്റ്സ് എവറിത്തിങ്, മൈൻഡ് ഈസ് എവറിത്തിങ് എന്ന് പറയും. എല്ലാ കാര്യങ്ങളും മൈൻഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഈ കുട്ടി ഈ ഒരു ട്രോമയുടെ കാര്യം പറഞ്ഞ പോലെ പുള്ളിക്കാരി അത് കണ്ട് ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടുള്ളത് ആ ഒരു കാര്യത്തിലായിരിക്കും. അത് സ്ട്രോങ് ആയിട്ട് പുള്ളിക്കാരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർഡാണ്. അത് ഞാൻ പറയാം, മൈൻഡിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം, അപ്പോൾ കുറച്ചുകൂടെ അത് മനസ്സിലാവും. സ്റ്റോർഡാണ് ഇത്. സ്റ്റോറായി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ആ സെയിം കൈൻഡ് ഓഫ് ഒരു ഡിസ്കംഫോർട്ടോ പെയിനോ വിഷമമോ വന്നപ്പം ആ സെയിം പാറ്റേൺ ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുക. മൈൻഡിന് അതായിരിക്കും ഫസ്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുക നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക്. സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും കോൺഷ്യസ് മൈൻഡിലേക്ക് ആദ്യം വരുന്ന കാര്യം അടയ്ക്കുക, ദേഷ്യപ്പെടുക. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് തന്നെ, എൻ്റെ തന്നെ ഒരു ക്ലോസ് ഫ്രണ്ട്, അവൻ്റെ ഫാമിലിയിൽ അവൻ കേട്ടിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള, നമ്മൾ ചീത്ത വിളിക്കുമല്ലോ, അപ്പം ഇതായിട്ടുള്ളൊരു വേർഡ്, ഒരു കസ് വേർഡ് പോലെ, അങ്ങനെ ഒരു വേർഡ് അവന് വളരെ ട്രിഗറിങ് ആയിട്ടുള്ളൊരു വേർഡാണ്. അത് എവിടെ കേട്ടാലും അവൻ്റെ കയ്യിൽ നിന്ന് പോകും. എന്നാൽ ഞങ്ങളുടെ ഈ ഫ്രണ്ട് വളരെ കസ് വേർഡ്സ് വളരെ നോർമലി യൂസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലാതെ പുള്ളിക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരാളല്ല. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ വേർഡ് കേൾക്കുമ്പോൾ പുള്ളിക്കത് സഹിക്കാൻ പറ്റില്ല. അത് പണ്ടെപ്പോഴോ ആരോ പുള്ളിക്കാരൻ്റെ അമ്മയെ അങ്ങനെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അത് വളരെ ഇതായിട്ട് ഇൻറ്റൻസ് ആയിട്ട് അത് തലയിൽ കയറി. എന്നാൽ ഇതിൻ്റെ കോമഡി എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഈ ഫ്രണ്ടിനെ ഇപ്പോൾ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്തുകയോ ചെയ്യുക, ആദ്യം ഈ വേർഡായിരിക്കും പറയാം. ഇത് പൊതുവേ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ബിക്കോസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് അബ്സോർബ് എവറിത്തിങ്.